ചിന്നൂസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഒരു എഗ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു സവോള, ഒരു തക്കാളി, 2 മുട്ട, 2 പച്ചമുളക്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിയാം. അപ്പോൾ നമ്മുടെ ആ തക്കാളിയും സവോളയും മുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഓട്സ് ആയിരുന്നു എടുത്തിരുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒരുവിധം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ആ മുളക് അരിഞ്ഞതും ഒക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കുക. ഇനി സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് എരിവൊക്കെ കുറച്ച് അവരുടെ പാകത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അതിൽ നല്ല മുട്ടയും ഓട്സൊക്കെ ചേർത്തിരിക്കുന്നത് നല്ല പോഷകമുള്ളതായതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നതിനും കുഴപ്പമില്ലല്ലോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കൂടി അരിഞ്ഞിട്ടാൽ നല്ലതാണ്. എനിക്കിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്യാരറ്റ് കൂടി അരിഞ്ഞിടാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഭംഗിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എടുത്ത് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചേക്കാം. അപ്പോൾ അതിനകത്തിരുന്ന ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ തക്കാളിയും മുളകും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചു കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി മൂടി വയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇത് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഷുഗറും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഒത്തിരി നല്ലതാണ്. ഓട്സൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒന്നാണ്. വിശപ്പം മാറാൻ പാകത്തിന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിലെ ഓൾ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.